ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണെന്നുണ്ടെങ്കിലും ഗിഫ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗിഫ്റ്റ് പർച്ചേസിംഗും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ദിവസം നമുക്ക് ഒരു ന്യൂ ബോൺ ബേബിക്ക് ഗിഫ്റ്റ് എടുക്കാനുണ്ട്, അതിനിങ്ങനെ പർച്ചേസ് ചെയ്തുള്ളായിരുന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് പാർട്ട് ഇത് തന്നെയായിരുന്നു. ദെൻ ഞങ്ങൾക്ക് അടുത്തൊരു ഗിഫ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്നു. പിന്നെ മുടിയൊക്കെ അയച്ച് ഒരു ചെറിയൊരു മസാജ് അങ്ങ് കൊടുത്തു കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെയാണ് ഞാൻ തല കഴുകാറുള്ളൂ, പക്ഷെ മസാജ് എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ഒട്ടും സ്റ്റേബിൾ അല്ലാതിരുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടുക എന്നൊക്കെ ഒരു റിസർച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത കുറച്ച് കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു കോഴ്സായിരുന്നു ക്യാബിൻ ക്രൂ. ഈ ക്യാബിൻ ക്രൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലക്ഷങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. കൂടുതലും അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ തപ്പി പോകൂലേ. ഈ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ക്യാബിൻ ക്രൂ ആയിട്ട് ഇൻഡിഗോയിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരാൾക്ക് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ എൻക്വയറി ചെയ്തു, എവിടെയാണ് പഠിച്ചത്, എത്ര രൂപയായി, ലക്ഷങ്ങളൊക്കെ ആയോ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ലക്ഷങ്ങളൊന്നും ആയില്ല, എനിക്കിത് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് അധികം നാൾ കൊടുത്തില്ല, ഒരു 1 ഇയറിൻ്റെ ഡിപ്ലോമ മാത്രമാണ് എടുത്തോളൂ, ആഷ് സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാഡമിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ് റിയലൈസ് ചെയ്തത് ആഷ് സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാഡമി ഓണർ ഐശ്വര്യ, ഷീസ് മൈ ഫ്രണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാൻ നേരിട്ട് ഡയറക്റ്റ് ഞാൻ എൻക്വയറി ചെയ്തു, ലക്ഷങ്ങളായില്ല എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും തന്നെ ഞെട്ടിപ്പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങളൊന്നും ഇല്ല. പലർക്കും ക്യാബിൻ ക്രൂ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ, ലക്ഷങ്ങൾ ഫീസ് പേടിച്ചിട്ടായിരിക്കും ആ ഒരു മോഹം ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇനി അതൊരു പേടിയായിട്ട് നിൽക്കേണ്ട. നമ്മുടെ ആഷ് സിഗ്നേച്ചർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ്ങിലാണ്. അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു എക്സ് ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് തന്നെ ഒരു ക്യാബിൻ ക്രൂവിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ഒന്നും പേടി വേണ്ട കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദി. അതുപോലെ തന്നെ മലയാളം മീഡിയം ആണെന്ന് വിചാരിച്ച് അതിലും പേടിക്കണം. ഗ്രൂമിംഗ് ക്ലാസ്സസ് ഉണ്ട്, ഏവിയേഷൻ സബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫീസിൽ തന്നെ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, ഗ്രൂമിംഗ് കിറ്റ്, ഒരു ദിവസത്തെ എയർപോർട്ട് ട്രെയിനിങ്, യൂണിവേഴ്സിറ്റി ഫീസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇതൊരു 1 ഇയർ ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ കോഴ്സാണ്. സോ ഇവരുടെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇവർ തരും. ഇതുവരെ 70 പേരാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അവരുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. സോ ഞാൻ കണ്ണടച്ച് സജസ്റ്റ് ചെയ്യും. സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ലാണ്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ക്യാബിൻ ക്രൂ ആവാൻ നിൽക്കുന്നവർ ഇനി പൈസയുടെ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം, ചെക്ക് ചെയ്ത് വയ്ക്കാൽ മതി.